ഏറ്റവും പുതിയൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ജിഷ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. നേരത്തെ എറണാകുളം സെഷൻസ് കോടതി അമീറുലിന് വധശിക്ഷ വിധിച്ചിരുന്നു. അത് 2017 അതിനുശേഷം ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സർക്കാർ. ആ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരികയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണാം. അഹമ്മദ് മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, എറണാകുളം സെഷൻസ് കോടതിയാണ് 2017 അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ നൽകിക്കൊണ്ടുള്ള ശിക്ഷ വിധിച്ചത്. ആ ശിക്ഷാവിധി ശരിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയും ഈ ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായത്, അല്ലേ? തീർച്ചയായും ഒരുപക്ഷെ കേരളത്തിൽ സമീപകാലത്ത് കോളിളക്കം സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ജിഷ കൊലപാതക കേസ് അന്ന് പരിഗണിച്ചിരുന്നത്. മാത്രമല്ല, അന്ന് രാഷ്ട്രീയപരമായി സർക്കാരിനും പ്രതിപക്ഷത്തിനും ഏറെ ആ തരത്തിലുള്ള ചലനങ്ങൾ കൂടി ഉണ്ടാക്കിയ ഒരു കേസാണെന്നുള്ള നിലക്കാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അന്ന് ഈ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ അമീറുൽ ഇസ്ലാമും അതോടൊപ്പം തന്നെ ആ വധശിക്ഷ ശരിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് സർക്കാർ നൽകിയ അപ്പീലും അല്ലെങ്കിൽ അപേക്ഷയും അത് ഇപ്പോൾ ശരിവെച്ചിരിക്കുന്നു. ഹൈക്കോടതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. എന്തായാലും ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒന്ന്, 47 ദിവസത്തിന് ശേഷമാണ് ഈ കൊലക്കേസ് പ്രതിയെ പിടികൂടാൻ അമീറുൽ ഇസ്ലാമിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നത്. അന്ന് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ കേരളത്തിൽ ഏറ്റവും അധികം കോളിളക്കമുണ്ടാക്കിയ ഒരു കേസ് എന്നുള്ള നിലക്ക് വളരെ വിമർശനങ്ങൾ പോലീസും അതോടൊപ്പം തന്നെ സർക്കാരും ഒക്കെ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന ഒരു കേസ് എന്നുള്ള നിലക്കാണ് അന്ന് ഈ കേസ് ചർച്ച ചെയ്തിരുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. നിരവധിയായ ആളുകളെ, പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം പിന്നീട് വഴിമുട്ടുകയും അതോടൊപ്പം തന്നെ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് പോലും പ്രതിയെ പിടികൂടാനാകാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീടാണ് അന്നത്തെ ADGP ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. സർക്കാർ അക്കാലത്ത് ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു കാലവും കൂടിയായിരുന്നു. പിന്നീട് ADGP തലത്തിൽ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പിന്നിൽ ഏറ്റവും ഒടുവിൽ 20 പേരിലേക്ക് ഈ കേസിന്റെ പ്രതികളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് അതിനുശേഷം കൃത്യമായി പ്രതികളിലേക്ക് സൂചന ലഭിച്ചു. അതോടൊപ്പം തന്നെ ഈ ജിഷയുടെ വസ്ത്രത്തിൽ നിന്നും അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒക്കെ കണ്ടെത്തിയ DNA സാമ്പിൾ ഒത്തുനോക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് പിന്നീട് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഏറെ നിർണായകമായത്. അങ്ങനെ ഒടുവിൽ പിന്നീട് തമിഴ്നാട് കേരള അതിർത്തിയിൽ നിന്ന് 47 ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് ഈ കൊലക്കേസ് പ്രതിയായ അല്ലെങ്കിൽ ജിഷ വധക്കേസിലെ അമീറുൽ ഇസ്ലാമിനെ പോലീസ് കണ്ടെത്തുകയും പിന്നീട് പോലീസ് വാർത്താ സമ്മേളനം നടത്തി അന്നത്തെ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്ന പ്രമാദമായ കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നേരത്തെ സെഷൻസ് കോടതി ഈ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷ പ്രത്യേകിച്ച് വധശിക്ഷ ആയതുകൊണ്ട് തന്നെ മേൽക്കോടതികൾ ഈ ശിക്ഷ ശരിവെക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ശിക്ഷ ശരിവെക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിന്റെ തുടർ നടപടിയിലേക്ക് കടക്കാനും ഹൈക്കോടതിയിൽ സർക്കാർ അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയിലാണ് ഇന്ന് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം മനു അതോടൊപ്പം തന്നെ മറ്റൊരു ജഡ്ജിന്റെ സുരേഷ് കുമാർ, 2 ജഡ്ജിമാരുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഈ വിധി ശരിവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അമീറുൽ ഇസ്ലാം ഈ കേസ് തനിക്കെതിരെ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ച്, ദൃക്സാക്ഷികളില്ലാത്ത കേസിനെ സാഹചര്യ തെളിവുകൾ മാത്രം വെച്ച് തനിക്കെതിരെ തന്നെ പ്രതിയാക്കിയ ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകിയത് തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു അപ്പീലും നൽകിയിരുന്നു. അത് തള്ളിക്കൊണ്ടുമാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇക്കാര്യത്തിൽ ഈ വധശിക്ഷ നടപ്പാക്കണം, അത് അംഗീകരിക്കണം എന്നുള്ളൊരു അപേക്ഷയായിരുന്നു കൊടുത്തിരുന്നത്. കാര്യം അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നുള്ള നിലക്കാണ് അന്ന് കോടതി ഈ വിധി പ്രസ്താവനത്തിലൂടെ ഒക്കെ പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ സർക്കാരും ഇന്ന് കോടതിയിൽ അക്കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ കേസ് ഇപ്പോൾ അന്നത്തെ കേസിന്റെ വിധി ഇപ്പോൾ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.